രേഷൻ ടോക്സിന് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ ഈ സുരേഷ് കുമാർ വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, സുരേഷ് കുമാർ ആദ്യം പറഞ്ഞതിനെല്ലാം നമ്മൾ കൃത്യമായിട്ടുള്ള മറുപടി നമ്മുടെ ചാനലുകളിൽ മാത്രമല്ല പല ആൾക്കാരും അത് വ്യക്തമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് അവരുടെയൊക്കെ ചാനലുകളിലൂടെ. അതായത് സുരേഷ് കുമാർ ഉദ്ദേശിക്കുന്ന എന്താണെന്നുള്ളത് കാര്യം ഫലത്തിൽ അതായത് പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പം മമ്മൂക്കയെ അതിനകത്ത് ഉന്നം വെക്കുന്നുണ്ട്, പക്ഷേ പരോക്ഷമായിട്ട് ലാലേട്ടനെ പോലും ഉന്നം വെക്കുന്നു എന്നുള്ള രീതിയിലാണ് സുരേഷ് കുമാറിൻ്റെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകൾ അല്ലെങ്കിൽ അദ്ദേഹം വിളിച്ചു കൂട്ടുന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത് അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഇതിനകത്ത് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, സുരേഷ് കുമാർ വീണ്ടും പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ സുരേഷ് കുമാർ പറഞ്ഞിട്ടുണ്ട് OTT ഒക്കെ വരുന്നതിന് മുമ്പുള്ള ഓരോ നിർമ്മാണ കമ്പനികളെക്കുറിച്ച്. അതായത് ലാലേട്ടൻ്റെ പ്രണവ് ആർട്സ് ഉണ്ടായിരുന്നു, പിന്നെ എനിക്ക് തോന്നുന്നു മാക്സ് ലാബ് അദ്ദേഹത്തിൻ്റെ വിതരണ കമ്പനിയായിരുന്നു തോന്നുന്നു, മാക്സ് ലാബ് അതുണ്ടായിരുന്നു, ദിലീപിൻ്റെ ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ളത് മാത്രമേ ഇവിടെ ഉള്ളായിരുന്നു. അപ്പോൾ OTTയും മറ്റു കാര്യങ്ങളും അവിടുത്തെ വരുമാനങ്ങളും ഒക്കെ കണ്ടതിന് ശേഷമാണ് മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ഒരു നിർമ്മാണ കമ്പനി മമ്മൂട്ടി തുടങ്ങിയത് അല്ലെങ്കിൽ മമ്മൂക്ക തുടങ്ങിയത്. കാര്യം മറ്റ് വിതരണ കമ്പനികളും നിർമ്മാണ കമ്പനികളൊക്കെ ഉള്ളപ്പം അവരൊക്കെ OTT വഴി പൈസ ഉണ്ടാക്കുന്നത് ഒക്കെ ഉള്ള സാധ്യതകളെക്കുറിച്ച്. പക്ഷേ സുരേഷ് കുമാർ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അവിടെ മമ്മൂക്കയ്ക്ക് പ്ലേ ഹൗസ് എന്ന് പറയുന്ന ഒരു നിർമ്മാണ കമ്പനി ഉണ്ടായിരുന്നു. പ്ലേ ഹൗസിൻ്റെ കീഴിൽ ഒരുപാട് സിനിമകൾ മമ്മൂക്ക നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും പ്ലേ ഹൗസിൻ്റെ ഒരു ലോഗോ പോലും ഒരു പക്ഷേ സുരേഷ് കുമാറിൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നില്ലെങ്കിലും മലയാള സിനിമയെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ, പ്രത്യേകിച്ച് മമ്മൂക്കയെ സ്നേഹിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ലോഗോ പോലും അവർക്ക് കൃത്യമായിട്ടുള്ള ഓർമ്മയുണ്ട് പ്ലേ ഹൗസ് എന്ന് പറയുന്നത്. പിന്നീട് പ്ലേ ഹൗസ് നിർത്തിയതിന് ശേഷമാണ് മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ഒരു നിർമ്മാണ കമ്പനിയിലേക്ക് മമ്മൂക്ക വന്നെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിന്നെ അത് മാത്രമല്ല, OTT ഒക്കെ വരുന്നതിന് മുന്നേ തന്നെ ലാലേട്ടൻ്റെ നിർമ്മാണ കമ്പനി അവസാനിപ്പിക്കുകയും ചെയ്തു. കാര്യം പ്രണവ് ആർട്സും അല്ലെങ്കിൽ മാക്സ് ലാബും ഒക്കെ അവസാനിച്ച് ആശീർവാദ് വന്ന് ആശീർവാദുമായിട്ട് ഒരുപാട് വർഷം മുന്നോട്ട് പോയതിന് ശേഷമാണ് OTT പോലുള്ള കാര്യങ്ങൾ വളരെ സജീവമായിട്ട് വന്നത്. എനിക്ക് തോന്നുന്നു ഗ്രാൻഡ് പ്രൊഡക്ഷൻസിൻ്റെ കീഴിൽ ദിലീപ് തന്നെ പിന്നീട് ഈ OTT അടുപ്പിച്ച് അല്ലെങ്കിൽ OTTയുടെ ഒരു കാലത്ത് എത്ര സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇപ്പം ഈ ദിലീപിൻ്റെ ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് പോലെയോ ലാലേട്ടൻ്റെ പ്രണവ് ആർട്സ് പോലെയോ അല്ലെങ്കിൽ മാക്സ് ലാബ് പോലെയോ ഒക്കെ തന്നെ മമ്മൂക്കയുടെ പ്ലേ ഹൗസ് എന്ന് പറയുന്ന ഒരു നിർമ്മാണ കമ്പനി ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് സുരേഷ് കുമാർ ദയവ് ചെയ്ത് മറന്നു പോകരുത്. അല്ലെങ്കിൽ സുരേഷ് കുമാറിനെ പോലെ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഒരു പ്രസിഡന്റ് എന്ന് പറയുമ്പം അല്ലെങ്കിൽ സിനിമയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ആളെന്നുള്ള രീതിയിൽ, കാര്യം അദ്ദേഹം ഒരു നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ സിനിമ നിർമ്മിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി, പ്രത്യേകിച്ച് കൊള്ളാവുന്ന സിനിമകളൊന്നും അദ്ദേഹം ഈ അടുത്ത കാലത്തൊന്നും നിർമ്മിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു വാശിക്ക് ശേഷം അദ്ദേഹം ഒരു സിനിമയും നിർമ്മിച്ചിട്ടില്ല. വാശി തന്നെ ടൊവിനോ തോമസ് എന്ന് പറയുന്ന ഒരു മുൻനിര നായകൻ ഉണ്ടായിട്ട് പോലും ബോക്സ് ഓഫീസിൽ ക്ലച്ച് പിടിക്കാതെ പോയ ഒരു സിനിമയാണ് വാശി എന്ന് പറയുന്നത്. അപ്പം എന്തായാലും ഈ മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ സിനിമ നിർമ്മിക്കുന്ന കാണുമ്പം സുരേഷ് കുമാറിന് ഇങ്ങനെ വീണ്ടും പലതും വിളിച്ചു പറയണമെന്നൊക്കെ തോന്നുമ്പോൾ സമയത്ത് പ്ലേ ഹൗസ് എന്ന് പറയുന്ന ഒരു നിർമ്മാണ കമ്പനി ദയവ് ചെയ്ത് സുരേഷ് കുമാർ മറക്കരുത്. പിന്നെ നമ്മൾ മമ്മൂക്കയെ മാത്രമാണ് സുരേഷ് കുമാർ പല പ്രാവശ്യം ഉന്നം വെക്കുന്നതെന്ന് തോന്നുന്നുവെങ്കിലും ഇപ്പോൾ 100 കോടി ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോൾ ഹൈദരാലിയെ പോലുള്ള ആൾക്കാരുടെ ചോദ്യങ്ങൾക്ക് ആദ്യം മറുപടി പറയാതെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും നടന്മാരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിട്ടാണ് പലപ്പോഴും പ്രൊഡ്യൂസേഴ്സ് 100 കോടിയുടെ പോസ്റ്റർ അടിക്കുന്നു എന്ന് പറയുമ്പം അത് ആരിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് നമുക്കറിയാം. കാര്യം ഇവിടെ 100 കോടി സുരേഷ് കുമാർ അതിന് മുമ്പ് തന്നെ പറയുന്നുണ്ട്, 100 കോടി ക്ലബ്ബ്, അതായത് ഒരു നിർമ്മാതാവ് പോസ്റ്റർ അടിക്കണമെങ്കിൽ ആ സിനിമ 100 കോടി കളക്ട് ചെയ്തതുകൊണ്ട് ഒരു നിർമ്മാതാവും പോസ്റ്റർ അടിക്കാൻ തയ്യാറാവത്തില്ല. 100 കോടി ഒരു ഷെയർ വരുമ്പം മാത്രമേ മനസ്സറിഞ്ഞൊരു നിർമ്മാതാവ് 100 കോടിയുടെ പോസ്റ്റർ അടിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് സുരേഷ് കുമാർ പറയുന്നത്. അതും അങ്ങനെ ഒരു ഷെയറിൻ്റെ വിഹിതത്തിൽ പോലും 100 കോടി ഒരു നിർമ്മാതാവിനും കിട്ടിയിട്ടില്ല. ഇപ്പം 100 കോടി കിട്ടുമ്പോൾ തന്നെ ഏതാണ്ട് 33-40 കോടിയുടെ മേളിലോട്ട് ഒരു നിർമ്മാതാവിനും വരുന്നില്ല. അതുകൊണ്ട് 100 കോടിയുടെ പോസ്റ്റർ നടന്മാരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി നിർമ്മാതാക്കൾ അല്ലെങ്കിൽ വിതരണക്കാരടിക്കുന്നതല്ലാതെ സ്വന്തം ഇഷ്ടത്തിന് ഒരു നിർമ്മാതാവും അത് ചെയ്യില്ല എന്ന് പറയുമ്പം പോലും അത് സ്വന്തം സുഹൃത്ത് തന്നെയായ ലാലേട്ടൻ്റെ നേരെയും വിരൽ ചൂണ്ടുന്ന രീതിയിലാണ് സുരേഷ് കുമാറിൻ്റെ പ്രസ്താവനകൾ എന്ന് പറയുന്നത്. അതിപ്പോൾ മാത്രമല്ല, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അതങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞാണ്, ഇപ്പോൾ ലാലേട്ടൻ്റെ ഒരു കാര്യം പറയുന്നതിലുപരി പ്ലേ ഹൗസ് എന്ന് പറയുന്ന ഒരു നിർമ്മാണ കമ്പനി സുരേഷ് കുമാർ മറന്നു പോകരുത്. പ്രത്യേകിച്ച് സുരേഷ് കുമാറിനെ പോലുള്ള ആൾക്കാർ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ വിളിച്ചു പറയുന്നതിന് മുമ്പ് പ്ലേ ഹൗസിനെ കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കണം. പ്ലേ ഹൗസിൻ്റെ കീഴിൽ എത്ര സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ടെന്നുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ സിനിമകളാണ് ആ പ്ലേ ഹൗസിൻ്റെ കീഴിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കിയിട്ട് വേണം സുരേഷ് കുമാർ മമ്മൂക്കയെ കയറി ചൊറിയാൻ വരാനെന്ന് മാത്രമേ എനിക്ക് സുരേഷ് കുമാറിനോട് പറയാനുള്ളൂ. സുരേഷ് കുമാർ എന്തായാലും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ ബാക്കിയുള്ള നിർമ്മാതാക്കളെയും വിളിച്ചുകൊണ്ടിരുന്നിട്ട്, അതായത് ഇപ്പം ഈ അടുത്ത കാലത്തൊന്നും സിനിമ നിർമ്മിക്കാത്ത കുറേ നിർമ്മാതാക്കളെ ഒരുമിച്ച് വിളിച്ചൊരു സദസ്സിലിരുത്തിക്കൊണ്ട് സുരേഷ് കുമാർ മാധ്യമങ്ങളിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നിറഞ്ഞു നിൽക്കാൻ ശ്രമിക്കുമ്പം ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങളും കൂടെ മനസ്സിലാക്കിയിട്ട് പറയണം. കാര്യം സ്വന്തം സുഹൃത്തായ ലാലേട്ടൻ്റെ പ്രണവും മാക്സ് ലാബും മാത്രമല്ല
മമ്മൂക്കയുടെ പ്ലേ ഹൗസും ഉണ്ട് സുഹൃത്തെ, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സുരേഷ് കുമാറെ. താങ്ക് യു.